നമുക്ക് വളരെ വേഗത്തിലൊന്ന് ആലപ്പുഴയിലേക്ക് പോകണം. അവിടെ വലിയ ചുടുകാട്ടിൽ PKC അനുസ്മരണം നടക്കുകയാണ്. അതിലേക്ക് പോകണം. ഷാജഹാൻ കൂടി നമ്മളോടൊപ്പം ആലപ്പുഴയിൽ നിന്നുണ്ട്. ഷാജി, PKC അനുസ്മരണമാണ് വലിയ ചുടുകാട്ടിൽ. ഇപ്പോൾ ഷാജി, തത്സമയം അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമായിട്ടുണ്ടോ? മനു, ഇപ്പോൾ CPM നേതാവും അതോടൊപ്പം തന്നെ മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാൻ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ അല്പസമയം മുൻപ് പതാക ഉയർത്തി. ഇനിയിപ്പോൾ പുഷ്പാർച്ചനയാണ്. നേതാക്കളെല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ പുഷ്പാർച്ചന നടക്കും. നമുക്കറിയാം, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഏതാണ്ട് പുന്നപ്ര വയലാർ സമര സേനാനിയും അതോടൊപ്പം തന്നെ പുന്നപ്ര സമര സേനാനിയും ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത മുൻ MLA കൂടിയായിട്ടുള്ള PK ചന്ദ്രാനന്ദൻ്റെ 12ാമത് ചരമവാർഷികമാണ് ഇവിടെ ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നേതാക്കളെല്ലാവരും തന്നെ എത്തിയിരിക്കുന്നത്. TM തോമസ് ഐസക്കാണ്, ഡോക്ടർ തോമസ് ഐസക്കാണ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന് ശേഷം ഏതാണ്ട് 10 മണിയോടുകൂടി ആലപ്പുഴ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. PKC അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ കേരളം പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന സെമിനാറാണ് PKCയുടെ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ചുടുകാട്ടിലും അതിനുശേഷം ആലപ്പുഴ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് PKCയുടെ, നമുക്കറിയാം, ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം PKC ആലപ്പുഴക്കാർക്ക് വളരെ അടുത്ത ബന്ധമുള്ള പാർട്ടിക്കാർക്കിടയിലും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങൾക്കിടയിലുമൊക്കെ ഇറങ്ങി പ്രവർത്തിച്ച വലിയ നേതാവായിരുന്നു PK ചന്ദ്രനന്ദൻ്റെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ അനുസ്മരണ സമ്മേളനവും അതോടൊപ്പം തന്നെ പുഷ്പാർച്ചനയൊക്കെ തന്നെ നടക്കുന്നത്. PKCയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ഏതായാലും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഒക്കെ നടക്കുന്നു. അല്പസമയം മുമ്പ് പതാക ഉയർത്തി. വിവരങ്ങളാണ് ഇപ്പോൾ ഷാജഹാൻ വലിയ ചുടുകാട്ടിൽ നിന്ന് തത്സമയം നമുക്ക് നൽകിയത്. പുഷ്പാർച്ചനയുടെ സമയത്ത് നമുക്ക് മടങ്ങിയെത്താമെന്ന് ഞാൻ കരുതുന്നു.